Hello. Light Reflection and Refraction എന്ന ചാപ്റ്ററിൻ്റെ 6th വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ് ആൻഡ് സം ഡെഫിനിഷൻസ് റിലേറ്റഡ് ടു ലെൻസസ് ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇമേജ് ഫോർമേഷൻ ഇൻ ലെൻസസ് യൂസിങ് റേ ഡയഗ്രാംസ്. By drawing these diagrams, we can determine the position, size and nature of the image formed by lens. For drawing ray diagrams in lenses, we consider any two of the following rays. 1. Rays which are parallel to the principal axis after refraction will pass through principal focus in case of convex lens and will appear to be coming from principal focus in case of concave lens. Second one, ray passing through or directed to the focus will emerge parallel to the principal axis. Third, ray directed to optical center will emerge out undeviated. അപ്പോൾ ഒന്നാമത്തെ കേസ് നമുക്ക് ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാകാം. കോൺവെക്സ് ലെൻസിൽ റേസ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ പാസ് ത്രൂ എ പോയിന്റ് F2 കൂടി പാസ് ചെയ്യുന്നു. അതുപോലെ കോൺകേവ് ലെൻസിലാണെങ്കിൽ റേസ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇറ്റ് ഡൈവർജൻറ്റ് റേ പ്രൊഡ്യൂസ്ഡ് ബാക്ക്. നമുക്ക് ഡൈവർജൻറ്റ് റേ പ്രിൻസിപ്പൽ ആക്സിസിലെ ഒരു പോയിന്റിൽ നിന്ന് പോകുന്നതായിട്ടാണ് തോന്നുന്നത്. അപ്പിയർ ടു ബി സ്റ്റാർട്ടഡ് ഫ്രം എ പോയിന്റ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ്. അതുകൊണ്ട് അവിടെയാണ് F1 റേ ബാക്കിലേക്ക് പ്രൊഡ്യൂസ് ചെയ്താലും മീറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് റൂൾ എന്താ? റേ പാസിംഗ് ത്രൂ ഓർ ഡയറക്റ്റഡ് ടു ദ ഫോക്കസ് വിൽ എമർജ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ആദ്യത്തേതുപോലെ തന്നെ അതിൻ്റെ തിരിച്ചു പറയുന്നതാണ്. റേ പാസിംഗ് ത്രൂ ഓർ ഡയറക്റ്റഡ് ടു ദ ഫോക്കസ്. കോൺവെക്സ് ലെൻസിലാണെങ്കിൽ പാസിംഗ് ത്രൂ ഫോക്കസ്. റേ പാസിംഗ് ത്രൂ ഫോക്കസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ ബിക്കം പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. അതുപോലെ തന്നെ കോൺകേവ് ലെൻസിലാണെങ്കിലോ റേ ഡയറക്റ്റഡ് ടു ദ ഫോക്കസ്. ഫോക്കസിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വരുന്ന റേയ് ആഫ്റ്റർ റിഫ്രാക്ഷൻ ബിക്കംസ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. തേർഡ് വൺ, റേ ഡയറക്റ്റഡ് ടു ഒപ്റ്റിക്കൽ സെൻറ്റർ വിൽ എമർജ് ഔട്ട് അൺഡീവിയേറ്റഡ്. ഒപ്റ്റിക്കൽ സെൻറ്ററിൽ കൂടി പോകുന്ന റേ അൺഡീവിയേറ്റഡ് ആയിട്ട് പാസ് ചെയ്തു പോകുന്നു. ഇപ്പോൾ ഈ 3 റൂളും നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് റേ ഡയഗ്രാം പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും. ഒന്നാമത്തെ റൂള്, റേ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ പാസിംഗ് ത്രൂ ഫോക്കസ്. Ray passing through focus will emerge out parallel to principal axis. Third one, ray directed to optical center will emerge undeviated. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഇമേജ് ഫോർമേഷൻ ബൈ കോൺവെക്സ് ലെൻസ് ആണ്. ഇവിടെ ഒരു 6 കേസസ് ആണ് ഉള്ളത്. അതിലെ ഫസ്റ്റ് കേസ്, നമ്മൾ ചിത്രം വരയ്ക്കുമ്പോൾ ആദ്യം കോൺവെക്സ് ലെൻസ് വരയ്ക്കുന്നു. ഒരു പ്രിൻസിപ്പൽ ആക്സിസ്, ഒപ്റ്റിക്കൽ സെൻറ്റർ നോട്ട് ചെയ്യുന്നു. ഒപ്റ്റിക്കൽ സെൻറ്ററിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ F2, അഗൈൻ 2 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ 2F2. അതുപോലെ F1, Oയിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ F1 ആൻഡ് 2F1 മാർക്ക് ചെയ്യുന്നു. ഇനി ഫസ്റ്റ് കേസ്, വെൻ ഒബ്ജക്റ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി, 2 പാരലൽ റേസ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് after refraction passing through F2. Then image is formed at F2, real and inverted, extremely diminished. Refracted rays actually meet ചെയ്യുന്നതുകൊണ്ട് റിയൽ ആണ്. റിയൽ ഇമേജസ് are always inverted and extremely diminished or point size. Second case, beyond 2F1. When object is placed beyond 2F1 but at a finite distance, a ray parallel to principal axis after refraction passing through F2 and another ray through optical center, it pass undeviated without any deviation. Then image is formed
between F2 and 2F2, real and inverted, diminished. Diminished means ഒബ്ജക്റ്റിനെക്കാട്ടി കുറച്ചുകൂടെ ചെറുതായിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്. തേർഡ് കേസ്, when object is at 2F1, one ray parallel to principal axis after refraction passing through F2 and another ray through optical center pass undeviated. These two refracted rays meet at 2F2. Then image is formed at 2F2, real and inverted and same size as that of object. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ അതേ സൈസിലുള്ള ഇമേജ് കിട്ടണമെങ്കിൽ ഇമേജ് 2F1 വെച്ചാൽ 2F2 കിട്ടുന്നത് ഒബ്ജക്റ്റിൻ്റെ അതേ സൈസിലുള്ള ഇമേജ് ആയിരിക്കും. നെക്സ്റ്റ്, ബിറ്റ്വീൻ F1 ആൻഡ് 2F1. Then one ray parallel to principal axis after refraction passing through F2 and another ray through optical center. These two rays meet beyond 2F2 and an image is formed there, real, inverted and magnified image. Fifth case, at F1. Similarly, ray parallel to principal axis passing through F2 and another ray through optical center. These two refracted rays are parallel to each other. The parallel rays ആയിട്ടാണ് refracted rays പാസ് ചെയ്യുന്നത്. Parallel rays will meet at infinity. Then image formed at infinity ആക്ച്വലി മീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് റിയൽ ആൻഡ് ഇൻവെർട്ടഡ് ആയിരിക്കും, ഹൈലി മാഗ്നിഫൈഡ് ആയിരിക്കും. അപ്പം അറ്റ് F1 വെച്ചാൽ ഇമേജ് ഉണ്ടാകുന്ന ഒബ്ജക്റ്റ് F1 വെച്ചാൽ ഇമേജ് ഉണ്ടാകുന്ന അറ്റ് ഇൻഫിനിറ്റി. സിക്സ്ത് കേസ്, ബിറ്റ്വീൻ ലെൻസ് ആൻഡ് F1 ഓർ ഒപ്റ്റിക്കൽ സെൻറ്റർ ആൻഡ് F1. A ray parallel to principal axis passing through F2, another ray through optical center. These two refracted rays are divergent. They are diverging rays. ഇത് അകന്നകന്ന പോകുന്നത്. They will never meet anywhere. So these refracted rays are produced back. It will meet in between F1 and 2F1. F1 F1 ഇടയ്ക്കായിരിക്കും ഇതിനെ ബാക്കിലേക്ക് പ്രൊഡ്യൂസ് ചെയ്താൽ മീറ്റ് ചെയ്യുന്നത്. Then an image is formed there. അത് ഒബ്ജക്റ്റ് വയ്ക്കുന്നതിൻ്റെ ഇറ്റ് ഈസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ലെൻസ് ആസ് ദ ഒബ്ജക്റ്റ്. ലെൻസിൻ്റെ ഏത് സൈഡിലാണോ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് ആ സൈഡിൽ തന്നെയായിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്. വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ്. വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ്, വലിയ ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ലാസ്റ്റ് കേസിൽ വിർച്വൽ, മാഗ്നിഫൈഡ്, ഇറക്റ്റ് ഇമേജ് ഈസ് ഫോംഡ് when object is placed between optical center and F1 or lens and F1. Then a magnified virtual erect image is formed on the same side of the object, same side of the lens as the object. ഈ 6 കേസസ് ആണ് നമ്മൾ കോൺവെക്സ് ലെൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ്, ഇമേജ് ഫോർമേഷൻ ബൈ കോൺകേവ് ലെൻസ്. Image formation by a concave lens. There are only two positions of object considered in the case of concave lens. First case, when object is at infinity. Rays parallel to ഒരു concave lens വരച്ചു, principal axis, optical center, 2 cm distance F1 and again 2 cm distance 2F1. Here rays parallel to principal axis, after refraction it diverges. When divergent rays produced back, it will meet at F1. Then image is formed at focus on same side of lens as object, virtual, erect and highly diminished. അപ്പോൾ ഇൻഫിനിറ്റിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ഉണ്ടാകുന്നത് F1 അതായത് ഒബ്ജക്റ്റിൻ്റെ അതേ സൈഡിൽ തന്നെ, ലെൻസിൻ്റെ ഏത് സൈഡിലാണോ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് അതേ സൈഡിൽ തന്നെ ആയിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്.
വിർച്വലാണ്, ഇറക്റ്റ് ആൻഡ് ഹൈലി ഡിമിനിഷ്ഡ്, പോയിൻറ്റ് സൈസ് ആയിരിക്കും. സെക്കൻഡ് കേസ് അറ്റ് ഫൈനൈറ്റ് ഡിസ്റ്റൻസ്, ഇൻഫിനിറ്റീവിലല്ലാതെ ഏത് പൊസിഷൻസിൽ വെച്ചാലും ഒബ്ജക്റ്റ് ഇമേജ് ഉണ്ടാകുന്ന എവിടെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന F1-നും 2F1-നും ഇടയ്ക്കാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. ദെൻ എ റേ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ ഡൈവേർജസ്. Divergent ray produced back, it will meet at F1. Another ray through optical center pass without deviation. These two rays meet in between optical center and F1. Then image formed between focus and optical center on the same side of lens as object. ഇമേജ് വിർച്വൽ ആയിരിക്കും, വിർച്വൽ, ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ്. അപ്പോൾ ഈ രണ്ട് കേസസിലും കോൺകേവ് ലെൻസിൻ്റെ ഇമേജ് ഫോർമേഷൻ വിർച്വൽ, ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് ആയിരിക്കും. വിർച്വൽ, ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജസ് ആർ ഫോംഡ് ബൈ കോൺകേവ് ലെൻസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ലെൻസിൻ്റെ റേ ഡയഗ്രത്തിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് വരച്ച് നോക്കി തന്നെ മനസ്സിലാക്കണം, എങ്കിലേ മറക്കാതിരിക്കത്തുള്ളൂ. അപ്പം ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, താങ്ക്സ്.